ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, സമസ്ത 100-ാം വാർഷികത്തിൻ്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന പരിപാടിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിന് പകരം ചില ആളുകൾ കാന്തപുരം വിഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടിയും സ്വന്തം അനുയായികളിൽ നിന്ന് സഹിക്കവയ്യാത്ത ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളും വിഷമങ്ങളും സഹിക്കുമ്പോൾ കാന്തപുരം വിഭാഗത്തിനെ തെറി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കി നല്ല മഹിതമായ ഒരു സംഘത്തിൻ്റെ ഉന്നതമായ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൽ മറ്റുള്ളവരെ പഴിചാരാതെ കഴിഞ്ഞതൊക്കെ മറന്ന് ഐക്യത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എന്താക്കണം, മറ്റുള്ളവരെ മോശപ്പെടുത്താതെ കുറ്റപ്പെടുത്താതെ അഹ്ലുസുന്നത്തിൻ്റെ മഹിതമായ ആ പാത എല്ലാവരും ഉൾക്കൊള്ളുന്ന സുന്നി എന്ന വിശ്വാസം അത് വളരെ അചഞ്ചലമായിരിക്കണം. രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ മേൽ കുതിര കയറാൻ വിട്ടുകൊടുക്കാതെ പഴയ ആലിമീങ്ങളൊക്കെ വർത്തിച്ചു പോകുന്ന സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്തിയാൽ നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിക്കും. അത് ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാവും. അല്ലാതിരുന്നാൽ ഇവിടെ ജനബാഹുല്യം കൊണ്ട് നമ്മളെ അവർ സ്തുതിക്കപ്പെടും, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി ഇത്തരം തെറ്റുകളിൽ നിന്ന് അതിനെ വലിയ വലിയ ആലിമികളൊന്നും അതിന് നിൽക്കൂലെങ്കിലും ചെറിയ ആളുകൾ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രതിയോഗികളെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ തെറികൾ പറയുന്ന അവസ്ഥ ഉണ്ടായാൽ വളരെ മോശമായിട്ടേ ഇതരർ നമ്മളെ വിലയിരുത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തണം. അതൊക്കെ മുമ്പ് നമ്മൾ പലതും ഇപ്പോൾ പറഞ്ഞത് വോയിസായിട്ട് ഇനി നമ്മുടെ മരണശേഷം അതെന്തെയും വരും. അപ്പോൾ നമ്മൾ കൈ കടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ അറിയുകയും കൂടിയില്ല. നമ്മൾ പറഞ്ഞു പോയത് ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതായിരിക്കും. പിന്നെ അതെന്ത് ചെയ്യും, പിന്നെ അത് ഇങ്ങോട്ട് മൂത്തിട്ട് വളരെ മോശമായൊരവസ്ഥയ്ക്ക് വരും. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം. അല്ലാതിരുന്നാൽ നമ്മുടെ ഇഹപര വിജയം നമുക്കുണ്ടാവില്ല, ആഖിറം നഷ്ടപ്പെടും. ഇവിടെ വലിയ ആളായിട്ട് നല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് നടക്കാം, അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ പൂജ്യമായിരിക്കും. ഇതെല്ലാവരും ഉൾക്കൊള്ളണം. നമ്മൾ പറയാൻ അർഹനല്ലെങ്കിലും പറഞ്ഞു എന്ന് മാത്രം, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇത്രമാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ വിജയിപ്പിക്കട്ടെ അള്ളാഹു. സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് ജീവിക്കാൻ